ഡ്രാക്കുള. എനിക്ക് വേണം, എനിക്ക് വേണം. വെരി ബിഗ് മാൻ. ഒരാഴ്ച കുടിക്കാനുള്ള ചോര ഞാൻ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. എനിക്ക് വേണം. ഡയാന, വെരി സ്വീറ്റ്. ഡയാന, ഹായ് മാഡം. എനിക്ക് ഈ ബ്ലഡ് വേണ്ട. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് കൊട്ടാരത്തിലിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. കുട്ടിയാക്കി ചോരയില്ല. 3 ദിവസം ഞാൻ ഉപവാസം എടുത്തിട്ട് ഈ ബ്ലഡ് കുടിക്കും. ഇത് പോഷക ഗുണമുള്ള ബ്ലഡാണ്. കാസർഗോഡ് ദം ബിരിയാണിയുടെ ടേസ്റ്റ് ആണ്. വിടില്ല ഞാൻ. Come here. Bye, bro. എന്തുവാണ് അവിടെ കിടന്ന് നിരങ്ങിക്കൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ നിന്ന് മെഴുകുമായിരുന്നു. നിന്റെ ആ പ്രണയിച്ചുള്ള വിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്റെ ചൂട് ചോര എനിക്ക് തരാം. പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചാലേ നിങ്ങൾ വരത്തുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രേദേശ് കുമാർ എവിടെ പോയി? ആ പ്രേദേശ് കുമാറാണ് എന്നെയും വിളിച്ചു വരുത്തിയത്. എവിടെ പോയി പ്രേദേശ് കുമാറേ? ഞാൻ ഇവിടെ ഉണ്ട്. നീ എന്നാടാ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്? നീ എന്താ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്? ഞാനെല്ലാം മറിഞ്ഞ് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മുതുകൂത്ത് നടത്താനുള്ള സ്ഥലമാണോ ഇത്? താൻ പാശ്ചാത്യനായിരിക്കും, പക്ഷേ മലയാളികൾക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം വിട്ട് കളിക്കരുത്, മനസ്സിലായോ? താൻ ഡ്രാക്കുളയാണ്, അല്ലാതെ ഡ്രാക്കുളയല്ല. കണക്കായി ശരി, ഞാൻ കേട്ടല്ലോ, ശരിയായില്ല. എന്താന്നറിയോ, ഇന്നലെ തണുത്ത ബ്ലഡ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഒന്നാമത് നമ്മൾ ഈ തണുപ്പും മഞ്ഞും കൊണ്ട് നടക്കുന്നവരാണ്. അതിന്റെ കൂടെ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അതെ അതെ. പക്ഷെ ഒന്ന് ചിരിച്ചേ. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇഷ്ടമായില്ല, അത് കറക്റ്റ് ആയില്ല, പിച്ച് കറക്റ്റ് അല്ല. ട്രൈ ഇറ്റ്. വരുന്നില്ല, തൊണ്ടവേദന. ഞാൻ പ്രാക്ടീസ് ചെയ്യാം. രാവിലെ വൈകിട്ട് സാധകം ചെയ്യാം. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിച്ചേ. കീഴ്ത്താടി വഴങ്ങുന്നില്ല. ഇതിങ്ങനെ കിട്ടുവെച്ചുകൊണ്ട് സംസാരിക്കണ്ടേ? കീഴ്ത്താടി വഴങ്ങുന്നില്ല, ഇങ്ങനെ കേട്ടാം. ഓക്കെ. അതെ, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്. ഇംഗ്ലീഷ് നിർത്ത്. താനൊരു മലയാളിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംഭവം എന്താണെന്നറിയോ? ഇയാളെങ്ങനെ ഡ്രാക്കുളയായത്? ഇവിടുന്ന് ഒരു മിമിക്രി ട്രൂപ്പിന്റെ കൂടെ അമേരിക്കൽ ചാടി, പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നില്ല. അവിടെ കിടന്ന് ഉഴറി, വിസ കിട്ടാതെ, ഗ്രീൻ കാർഡ് കിട്ടാതെ ഉഴറി, കണ്ട ഹോട്ടലിലും പെട്രോൾ പമ്പിലും ഒക്കെ നിന്ന് അവസാനം അവിടെ കിടന്ന് ചത്തു കഴിഞ്ഞ് അവിടെ കുഴിച്ചിട്ടു. ട്രംപ് അധികാരത്തിൽ കയറിയപ്പം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന മലയാളികളെ ഉൾപ്പെടെ, ആത്മാവിനെ ഉൾപ്പെടെ തിരിച്ചു കയറ്റി വിട്ടു. അങ്ങനെയാണ് ഇവിടെ വന്നത് ഡ്രാക്കുളയായത്. ഒന്നും പറയട്ടെ, ഇംഗ്ലീഷിൽ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട കേട്ടോ. അതെ, അപ്പൊ പത്രക്കാർ വരുന്ന എന്തിനാ? പത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ ആണ് വരുന്നത്. ഓൺലൈൻ മീഡിയ. നമ്മൾ പ്രേതങ്ങൾക്ക് ഭയങ്കര അവഗണന നേരിടുകയാണ്. നമ്മളെ ആരും ഭയക്കുന്നില്ല. അത് കറക്റ്റാ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പ്രൊമോഷൻ, നമുക്ക് തന്നെ ഒരു പ്രൊമോഷൻ കൊടുത്ത് നമ്മളെ കയറ്റി വെക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്ത് വേണേലും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് ഞാൻ ഈ ചർച്ച വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വരുന്ന ജനുവരി 26-ാം തീയതി കരിമ്പന പ്ലാസയിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. കരിമ്പന പ്ലാസയിൽ വെച്ച് അവിടെ കേറിയിട്ടുണ്ടോ? ശീതീകരിച്ച കരിമ്പനയാണ് അവിടെ കിടന്ന്. അല്ല, നമ്മുടെ അസോസിയേഷൻ ഇതുവരെ പേരിട്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു പേരിട്ടില്ലെന്ന്? പേരൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് പേരാണ്? ആക്കിയ.
ആൾ കേരള യക്ഷി അസോസിയേഷൻ. അതിന്റെ അത് കൊള്ളാം. ഒന്നാം വാർഷികവും കൂടിയാണ് നമ്മൾ കരിമ്പന പ്ലാസയിൽ വെച്ച് നടത്തുന്നത്. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് അത് പറ. നമ്മുടെ എന്തോ സ്വതസിദ്ധമായ നമ്മുടെ നാടകം എല്ലാ വർഷവും നടത്തുന്ന പോലെ നാടകമുണ്ട്. നിങ്ങൾ എന്നെ യക്ഷിയാക്കി എന്ന നാടകം. അതിന്റെ കൂടെ തന്നെ ഞാൻ എഴുതിയ എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനവും ഉണ്ട് കേട്ടാ. എന്താ പുസ്തകം? ഇരുമ്പനത്തെ കരിമ്പന. ഇതൊക്കെ എഴുതാൻ എവിടുത്തെ സമയം? അത് ഞാൻ കരിമ്പൻ കാലയിൽ റൂം എടുത്തിരുന്ന് എഴുതിയതാണ്. അല്ല പിന്നെ കായിക മത്സരമൊന്നുമില്ല. കായിക മത്സരമുണ്ടല്ലോ. തലയൊട്ടി അടിച്ചു പൊട്ടിക്കൽ രാത്രി 9 മണി മുതൽ 11:30 വരെയാണ്. അത് ഞാൻ ഫസ്റ്റ് അടിക്കുന്നു. കുപ്പിയിൽ ബ്ലഡ് നിറയ്ക്കൽ, അത് ഞാൻ യക്ഷിക്ക് പൊട്ടുകുത്ത്. ഈ പനക്കറ്റം വല്ലതും ഉണ്ടോ? പനക്കറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. നിനക്ക് വേണ്ടി ഞാൻ ആ മത്സരം ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താക്കിയത്? മുള്ളുമുരിക്കറ്റം പന മാറ്റി. അതെ, ഉടുതുണിയില്ലാതെ നീ മുള്ളുമുരിക്ക കയറണം കേട്ടോ. നിനക്ക് ഇത്തിരി ഞരമ്പിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അതെ, നമ്മളെ അവിടെ ചോദ്യം ചെയ്യാൻ വരുമ്പോ നമ്മൾ എങ്ങനെ വേണം അവരോട് ചോദ്യം അഭിമുഖീകരിക്കാൻ? ചെയ്യാൻ ഇയാൾ വല്ല കുറ്റം ചെയ്തു? അല്ല, ഈ ചാനലുകാർ വരുമ്പോ നമ്മൾ ആകെ പ്രശ്നമാകുമല്ലോ. അവര് പല രീതിയിലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കാവൂ. ഓ, മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പറയും പാലേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിന്ന്. ആ മീഡിയക്കാരെല്ലാരും വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. കസേരയും കൊണ്ട് വരുന്ന മീഡിയക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇരിക്കും എല്ലാരും ഇരിക്കും. കറങ്ങുന്ന കസേരയോ? നമസ്കാരം. നമസ്കാരം സർ. ഈ മുൻകാലങ്ങളിലെ ഈ പ്രേതങ്ങൾ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു, ഒരു പേടിയായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തില് നിങ്ങൾ ആർക്കും ഒരു പേടിയില്ല, നിങ്ങൾ വെറും ഒരു കോമഡി പീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? വെരി നൈസ്, ഗുഡ് ക്വസ്റ്റ്യൻ. By the by, this can't blind you, Ronias. Oh, yeah. It's but I miss the skin. Yes, okay. Miss it's Honey, അങ്ങോട്ട് പോണ്ട. wait, sir. വേണ്ട, നിന്റെ Please. പോക്കറ്റ് ഇവിടെ എടുക്കരുത്. Honey, കുട്ടി, me like it you skin. ഇവൻ ആള് പെശകാണ്. അടുത്ത് പോകരുത്. സൂക്ഷിച്ചു നിന്ന് സംസാരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി. അല്ലാതെ നിങ്ങൾ ആ ക്വസ്റ്റൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ പ്രേതങ്ങൾ ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇതിനുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ ഈ സമൂഹത്തിൽ? നിങ്ങൾക്ക് ഇതിനെ പറയൂ, സാർ പറയൂ. പാസ്. ആരോ ചോദിച്ചത്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഒരു വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതായത് ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരം. കഴിഞ്ഞ ദിവസം മൊബൈൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ മുമ്പിൽ നിന്ന് ഞാൻ പേടിപ്പിച്ചു. അവൻ എന്നെ മൈൻഡ് ചെയ്യണ്ടേ? ഞാൻ അവന്റെ ചുറ്റിനും കിടന്ന് പേടിപ്പിക്കുകയാണ്. ഇവൻ ഇതിന്ന് കണ്ണെടുത്താലല്ലേ അവൻ എന്നെ കാണൂ, അവൻ പേടിക്കൂ. Yeah, right. അവസാനം ഞാൻ ആ താഴെ കിടന്നുകൊണ്ട് അവനെ പേടിപ്പിച്ചു. അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഇവന്റെ മൊബൈൽ ഫോണിനകത്ത് കയറി ഞാൻ ഇവനെ പേടിപ്പിച്ചു. ആ നാറി ചെയ്തെന്താന്നറിയോ? ലൈക്കും അടിച്ചു, അത് ഷെയറും ചെയ്തു വിട്ടു. എന്തിനേറെ പറയുന്നു, വർഷങ്ങളായിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവക്കക്കാരെ പോലും ഇവർ തിരിച്ചറിയുന്നില്ല. പിന്നെ പ്രേതങ്ങളെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിതപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് മാത്രല്ല, അറിയത്തുള്ളൂ എനിക്ക്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു രാത്രി ഒരു 12 മണിയായി കാണും. ഞാൻ ഒരുത്തനെ പേടിപ്പിച്ച് രക്തം കുടിക്കുന്ന സമയമായപ്പം അവൻ തിരിഞ്ഞെന്ന് പറയുവാ, പിന്നെ മാർക്കോ കണ്ടിട്ട് ഞാൻ പേടിച്ചില്ല, പിന്നെയാണല്ലോ ഈ പെണ്ണുകൂടനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ പിന്നെ തിരിഞ്ഞു നടക്കാൻ പോയപ്പോ അവൻ പറയാം, നിക്കവിടെ, മാർക്കോ കണ്ടിട്ട് പോയാ മതി എന്ന് പറഞ്ഞ് എന്നെ ആ സിനിമ ഫുള്ള് കാണിച്ച്. എന്റെ പൊന്ന് പ്രേതേഷ് കുമാറേ, പേടിച്ച് ഇവിടെ തല ഇറങ്ങി ഛർദിച്ചു. തല കറങ്ങി ഞാൻ അവിടെ വീണ്. എന്നിട്ട് പിന്നെ എനിക്കൊരു നാരങ്ങ കൊണ്ടുവന്ന് അന്ന് മണപ്പിച്ചിട്ട് അങ്ങനെയാ ഞാൻ വീട്ടിൽ പോയത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ വെള്ള സാരി ഒന്ന് മാറ്റിയിട്ട് കളർഫുൾ ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്നൂടെ? എന്തിനാ ഈ വെള്ള സാരി? ക്ലീശയാണ് വെള്ള സാരി, ഒന്ന് മാറ്റി പിടിക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമായിട്ട് ഞാനൊരു ജംഗ്ഷനിൽ പോയി നല്ല കളർഫുൾ സാരിയൊക്കെ കൊടുത്ത് നിന്ന്. അപ്പൊ ഒരു വെള്ളപ്പൊടി അടിച്ചിട്ട് വന്നിട്ട് ഒരുത്തൻ എന്നോട് വന്ന് പറയാ, വെള്ളപ്പടി കണ്ടിന്യൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് പറ്റി? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ തെറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയിൻ സ്മോക്കറാണ്. വെള്ളപ്പൊടി അടിച്ചോണ്ട് വന്നിട്ട് ഓർത്തൻ എന്റെ അടുത്ത് വന്ന് പറയാ, എന്റെ ചേച്ചി ഒന്ന് വാ, നമുക്ക് നൈറ്റ് ഡ്രൈവിനൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വെളുപ്പാങ്കലാകുമ്പോ തിരിച്ചു വരാന്ന്. എന്റെ പൊന്നെ, ഒരുത്തനാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 5-6 എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ എന്റെ പൊന്നു മോളെ ഓടി രക്ഷപ്പെട്ടെന്ന് അറിയോ അവിടുന്ന്?
അതുകൊണ്ട് വെള്ളക്കാരി മതി. ഞങ്ങൾ മാത്രമല്ല എല്ലാ മീറ്റിംഗ് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവർക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ആണോ വേറെ ഉണ്ടോ ആളുകൾ? ചോദിച്ചോ ആരാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കാതിരിക്കുന്ന നല്ലത്. എനിക്ക് പ്രേതങ്ങളുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിട്ട്. ചിരിച്ചെന്ന് കാണട്ടെ. പോരാ പോരാ ഒന്നുകൂടെ. ഇങ്ങനെ ചിരിക്കണേ, പ്രാക്ടീസ് ചെയ്താ മതി. ഇനി ചോദ്യം ഉണ്ടോ? ചോദ്യങ്ങളേ ഉള്ളൂ. അതായത് നിങ്ങൾ സാധാരണ ഈ പാട്ട്, അതായത് നിങ്ങൾ നിഴലായി എന്നുള്ള പാട്ട് പാടി വരാറുണ്ട്. അതിന് പകരം കുറച്ചുകൂടെ നല്ല പാട്ടുകൾ വന്നൂടെ? നല്ല പാട്ടുകളിൽ നിന്ന് താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയാള സിനിമയിൽ പ്രേതങ്ങൾക്ക് വേണ്ടി ലെജൻഡറി മ്യൂസീഷ്യൻസ്, ലെജൻഡറി ലിറിക്സിസ്റ്റുകൾ, അവര് നല്ല സൂപ്പറായിട്ട് വരികളും പാട്ടുകളും ട്യൂൺ ചെയ്ത് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാ ഞങ്ങളായിട്ട് മാറ്റണം? ഞാൻ പറയുന്നത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചുള്ള പാട്ടില്ലേ? നിർത്തണോ താൻ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചെന്ന് ആ വരികൾ കേൾക്കുമ്പോഴേ വയലന്റ് ആകാൻ തോന്നുകയാണ്. കുട്ടികൾ പിന്നെ എങ്ങനെ നന്നാകും? ഈ മാതിരി വരികളല്ലേ ഇപ്പൊ ഇറങ്ങുന്നത്. ശ്രീദേശ് കുമാറിനെ ദേഷ്യപ്പെടുത്തല്ലേ. പാടിക്കൊടുക്കുമ്പോ മോളെ പാട്ട് പാടി. നിലാവിന്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ പാടി പാടി. അവിടെ ഇവിടെയൊക്കെ സംഗതി അല്പം പോയി, പക്ഷെ പാട്ട് നന്നായിരുന്നു. സംഗതി പോയിട്ടുണ്ട്, എന്നാലും പാടിക്കോ. വെള്ളയപ്പൻ വെള്ളയ സെൽവം പുതുമഴയായി പെയ്തു നീ ഉലകം കൊണ്ടു പൊതിഞ്ഞു ഒരേ മനസായി നീ നിഴലറിയാതെ ഉയരറിയാതെ വന്നു നീയും ജീവനായി വരൂ ഗീതമായി. അത്രയും നല്ല പാട്ടുള്ളപ്പോഴാണ് ഞങ്ങൾ ഇനി വേറെ പാട്ടുണ്ടാക്കുന്നത്. ഈ വരികളും ഈ ട്യൂണുകളും കിടക്കുമ്പോ ഞങ്ങള് ചോര കൊണ്ട് എന്തിനാ സോഡ സർബത്ത് അടിക്കാൻ പോകുന്നത്? ഒരു കാര്യം വളരെ സീരിയസ് ആയി ചോദിച്ചോട്ടെ. സീരിയസ് അല്ല, അപ്പൊ ഇതുവരെ തമാശ ആയിരുന്നു. നോക്കി തമാശ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിക്കൂ. അല്ല, ശരിക്കും പൊതുവെ പറയുന്നത് നിങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്ന് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കാനല്ലേ? നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനാണ് നടക്കുന്നത്? സുഹൃത്തെ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞങ്ങൾ നേരം വെളുപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ഈ മഞ്ഞും കൊണ്ട് ഞങ്ങൾ മഴയും കൊണ്ട് ഞങ്ങൾ ഈ രാത്രി നടക്കുമ്പോൾ ഞങ്ങളുടെ ഈ വെള്ള വസ്ത്രത്തിൽ കരിമ്പനടിക്കും. ആ കരിമ്പൻ വെളുപ്പിക്കാൻ പെടുന്ന പാട്. എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാൻ നടക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്താ തരത്തിലാണ് നിങ്ങൾ പറയുന്നത്? അതല്ല, എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. നിങ്ങളുടെ മീഡിയ, നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണ് വരുന്നത്? കാക്കക്കോയിൽ. അതാണ്. അല്ല, അത് നിന്റെ ഭാഗത്തുനിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. നീ അങ്ങനെ മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിതൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല, ഞങ്ങൾക്കും ഉണ്ട് യൂട്യൂബ് ചാനലൊക്കെ. പറഞ്ഞു കൊടുക്കാം. ഹൊറർ മീഡിയ മീഡിയ ഉണ്ട്. പിന്നെ അതല്ല, ഞാൻ വേറൊരു കേസ് പറയാം. ഉടുതുണി പോയി. പിന്നെ പേടിച്ചു പോയോ? ചെറുതായിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇത് ഞങ്ങൾക്ക് ഒന്ന് റീച്ച് ആകുന്നതിന് വേണ്ടി ഞങ്ങൾ കാണിച്ച ഒരു പരിപാടിയാണിത്. ടെൻഷനായോ? പേടിച്ചു പോയാ? പിന്നെ പേടിക്കരുത്. എന്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ബാക്കി മറ്റേ ചൂടാകുന്ന സാധനം മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഈ പറഞ്ഞത് വേണ്ട. പ്രദേശ് കുമാർ ഭക്ഷണം ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ കഴിച്ചോളാം. ഞങ്ങൾ പോകുന്ന വഴി കഴിച്ചോളാം. അല്ലല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അല്ല, ഞങ്ങൾ പോകുന്ന വഴി കഴിച്ചോളാം. വേണ്ട, നിങ്ങൾ കഴിക്ക്. നിങ്ങൾ കഴിക്ക്. നിങ്ങൾ ചിരിക്കുന്നേ? എന്താ ചോദിച്ചത്? നിങ്ങൾ കഴിക്കുന്നില്ല എന്ന്. ഇനി വരൂ. ഞങ്ങൾ കഴിക്കുന്നില്ലെന്നോ? ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണമാടാ നിങ്ങൾ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് നിന്റെ യൂട്യൂബ് ചാനലിലിട്ട് വൈറലാക്കാമോ? എന്നാ കേട്ടോ, നിങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലിട്ട് ഞങ്ങൾ വൈറലാക്കും. അതെ, ഞങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അല്ല, ബ്ലഡ് ബട്ടൺ അമർത്തണം. Oh,
സൂപ്പർ 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 സൂപ്പർ